ഹലോ, നമുക്കിന്ന് 3 പീസ് കട്ട് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. മൊത്തം 4 ബിറ്റാണ് ഇന്ന് തയ്ക്കാനുള്ളത്. അതിൽ 2 നോർമലാണ്, 2 3 പീസ് കട്ട് നൈറ്റിയുടേതാണ്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമൽ സൈസാണ് കേട്ടോ, ഒരാളുടെ അളവിലേക്കല്ല, ഒരു നോർമൽ സൈസിലേക്കാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. മിക്സ് ആൻഡ് മാച്ചാണ് ഇതിൻ്റെത്. അതിൻ്റെത് ഇതിനും നല്ല രീതിയിൽ മേൽഭാഗം യോക്കിൻ്റെ ഭാഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ ഒരെണ്ണം പ്ലീറ്റഡും ഒരെണ്ണം നോർമലും ആയിട്ടാണ് ചെയ്യാൻ നിൽക്കണം. ആദ്യം നമ്മുടെ നൈറ്റിയുടെ ക്ലോത്ത് വിരിച്ച് വെച്ചതിന് ശേഷം അടയാളപ്പെടുത്തണം, ഓരോ അളവുകളും അടയാളപ്പെടുത്തണം. അതിൽ നമ്മുടെ ഷോൾഡറാണ് ആദ്യം തന്നെ ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ എടുത്തിട്ട് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ബാക്കിൽ നെക്കാട്ടോ അടയാളപ്പെടുത്തുന്നത്. ഒരു 3.5 ഇഞ്ചോളം ബാക്കിൽ നെക്ക് ഞാൻ എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നെക്കിന് വേണ്ടി ഞാനൊരു 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിൻ്റെ വിടുത്ത് അതൊരു 3 ഇഞ്ചിക്ക് ഞാൻ അടയാളപ്പെടുത്തി. പിന്നെ ഷോൾഡറാണ് എടുക്കുന്നത്. ഷോൾഡർ വന്നിട്ടൊരു 8 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച് അങ്ങനെയുള്ള രീതിയിലാണ് അടയാളപ്പെടുത്തുക. ഞാനിപ്പോൾ അതൊരു 8 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ആം ഹോളാണ് അടയാളപ്പെടുത്തുന്നത്. ആം ഹോൾ അടയാളപ്പെടുത്തുന്നത് ഞാനൊരു 7 ഇഞ്ച് തന്നെ ഇട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നീളത്തിൽ മാർക്ക് ചെയ്തു. നീളത്തിൽ മാർക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നില്ല, ഞാൻ ചോക്കൊന്നും മാറ്റി പിടിക്കും. ഇപ്പോഴല്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്ക് തോന്നി അത് തീരെ കളറില്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കളറായില്ലേ. ഇനി ബാക്കിലെ നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, റൗണ്ടിലല്ല, ചെറിയ രീതിയിലൊരു സ്ക്വയർ ടൈപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞുതരാം. പല രീതിയിലും ചെയ്യാം. നമുക്ക് മോഡൽ റൗണ്ട് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതെല്ലാം സ്ക്വയർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ക സ്ക്വയർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ചെറിയൊരു ചെരുവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ബോക്സ് ഇട്ടതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മേലേന്ന് മാർക്കിട്ടിട്ട് താഴേക്കൊണ്ട് വരയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് വീതി കുറക്കണമെങ്കിൽ വീതി കുറക്കാം. ഇതിൽ തന്നെ സ്ക്വയർ മറ്റേ ആ ഒരു 1/2 ഇഞ്ചിയുടെ മേലെ ഭാഗത്തേക്ക് കൊണ്ടുപോകാതെ നേരിട്ട് സ്ക്വയർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇനി യോക്ക് കണ്ടെത്തണം. യോക്ക് കണ്ടെത്താന്ന് പറയുമ്പോൾ വേഗം നമ്മൾ പോകും യോക്ക് 15 ഇഞ്ച് 14 ഇഞ്ച് അല്ലേ, നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം വരെ എന്നുള്ള രീതിയിൽ പോകും. ഇതിൻ്റെ യോക്കിൻ്റെ 3 പീസ് കട്ട് നൈറ്റിക്ക് യോക്ക് എടുക്കുമ്പോൾ ഒരു 10.5 ഒക്കെ എടുത്താൽ മതി. ആ 10.5 11 12 എന്നുള്ള രീതിയിൽ പല അളവുകളാണ് അതിൽ വരിക. അതെന്തുകൊണ്ടാണ് ആ അളവുകൾ മാറ്റം വരുന്നതെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഒരു നോർമൽ സൈസ് ആയതുകൊണ്ടാണ് ഞാനൊരു 10 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ 3 പീസിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടല്ലോ, കളർ ചേഞ്ച് ഉള്ളത് വെക്കും. അത് അടയാളപ്പെടുത്തേണ്ടത് ഒന്നുകിൽ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ, അതായത് നമ്മുടെ ബോക്സിൻ്റെ മാർക്ക് 3 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നെക്കിൻ്റെ ബോക്സിൻ്റെ. അപ്പോൾ താഴേക്കൊരു 4 ഇഞ്ച് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റും യോക്കിൻ്റെ ലെങ്ത്തിൻ്റെ പോയിൻറ്റിലും തമ്മിൽ എത്ര ഇഞ്ച് വ്യത്യാസമുണ്ടോ അതിൻ്റെ പകുതിയായിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആ 2 പോയിൻറ്റും കൂടിയിട്ട് എത്രയുണ്ടോ അതിൻ്റെ പകുതിയിലേക്ക് മാർക്ക് ചെയ്തിട്ട് ബോക്സ് ആക്കാം. ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി വലിയ ബോക്സ് ആയിട്ട് കിട്ടും. ബോക്സല്ല, താഴത്തെ പ്ലീറ്റ് ഇടുന്നൊരു ഭാഗമാണത്. നമ്മൾക്ക് ആ ഒരു ചെറിയൊരു ബോക്സ് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെറുതോ വലുതോ എത്രയാണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടം പോലെയാണ് അതിൻ്റെ വലിപ്പ വ്യത്യാസം നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അതെ, ഇങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതിനും കൂടി കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വലുപ്പം ചെറുപ്പം ആക്കാൻ പറ്റും. ഓക്കെ, ഇനി വേണ്ടത് നെഞ്ചിൻ്റെ വണ്ണം എവിടെയാണ് കിട്ടുക എന്നുള്ള ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനാണ്. നെഞ്ചിൻ്റെ വണ്ണം ഞാനിപ്പോൾ ഇവിടെ 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ നമ്മുടെ ഒരു ബോഡിമെന്നാണ് നമ്മൾ അളവെടുത്തിട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ 15 ഇഞ്ച് 10 ഇഞ്ച് നല്ല എടുക്കേണ്ടത്. ബോഡി മെഷർമെൻറ്റിനനുസരിച്ചിട്ട് മൊത്തത്തിൽ മാറ്റം വരും കേട്ടോ. അതായത് ഷോൾഡർ മുതൽ എല്ലാം നമ്മുടെ നെക്കിൻ്റെ അകലം എല്ലതും മാറ്റം വരും. ഓക്കെ, അപ്പോൾ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെ ഒരു
1.5 ഇഞ്ച് താഴേക്ക് നമ്മളവിടെ ആം ഹോൾ മാർക്ക് ചെയ്തത് 7 ഇഞ്ചാണെങ്കിൽ നെഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്ത ഭാഗത്ത് എൻ്റെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 8.5 ഇഞ്ചോളം നീളം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണത്, സ്ലീവിൻ്റെ ഭാഗമാണത്. ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ നെറ്റിയാണിത്. ഇനി സ്ലീവിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, സ്ലീവിൻ്റെ അറ്റഭാഗം, അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഞാൻ ജസ്റ്റ് 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. അവിടുത്തെ അടയാളം അളവ് ഒരു 7 ഇഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ ആ ഒരു വോയിസ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ക്ലാസ് കൊടുക്കുന്ന വോയിസ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നോർമലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ 8.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ആ ഒരു നീളം എത്ര ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയല്ല കേട്ടോ ഞാൻ വരച്ച് വരുന്നത്, കറക്റ്റ് ആ ഒരു പൊസിഷൻ വരച്ച് വന്നതാണ്. ഇനി അത് അളന്നെടുത്തിട്ട് താഴേക്ക് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് അതേപോലെ തന്നെ ഇപ്പോൾ ഇതിവിടെ കാണുന്ന അതേപോലെ തന്നെ ചെരിച്ചിട്ടൊരു മാർക്ക് ചെയ്യും. ഓക്കെ, ഒരു 4 ഇഞ്ച് അടുത്തില്ല എങ്കിലും ഒരു 4 ഇഞ്ചോളം നീളം വരുന്നുണ്ട് അവിടെ. അതേ നീളത്തിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 4 ഇഞ്ചോളം ചെരിച്ചെടുത്തപ്പോൾ നീളം വന്നല്ലോ, അതേപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്നും നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത ആ ഒരു നീളം എത്ര ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കണം. ആ ഒരു ഗ്യാപ്പിൽ വേണം അടയാളം നമ്മൾ മാർക്ക് ചെയ്യാൻ. അവിടെ ഒരു 3.5 ഇഞ്ച് മാത്രമേ അടയാളം ഉണ്ടായിരുന്നുള്ളൂ. ആ അടയാളത്തിൽ നിന്നായിരിക്കണം എത്ര കിട്ടാൻ, 4 ഇഞ്ച് അടയാളം കിട്ടാൻ. അപ്പോൾ കുറച്ച് ഇറങ്ങിപ്പോവും. അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്യണം. നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു 3.5 ഇഞ്ച് എവിടെന്നെങ്കിലും കിട്ടിയോണ്ട് കാര്യമായില്ല. നമുക്ക് ആ ഒരു 3.5 ഇഞ്ച് ചെരിച്ചിട്ടോ അങ്ങനെ കുറച്ച് ഒരു ചെരിക്കുന്നതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു 3.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചായിട്ട് കിട്ടും. അപ്പം അങ്ങനെ കിട്ടിയത് കൊണ്ട് കാര്യമായില്ല. നീളം പറഞ്ഞല്ലോ, ആം ഹോൾ ലെങ്ത്ത് എടുത്ത നീളവും നെഞ്ചിൻ്റെ വണ്ണം എടുത്ത, അതായത് കണ്ടില്ലേ 3.5 ഇഞ്ച്, ആ 3.5 ഇഞ്ച് എടുത്തിട്ട് 4 ഇഞ്ച് ചെരിച്ചെടുത്തപ്പോൾ 4 ഇഞ്ച് കറക്റ്റായിട്ട് അത് രണ്ടും തമ്മിലുള്ള ആ 2 ലൈനും തമ്മിലുള്ള 3.5 ഇഞ്ച് അത് രണ്ടും നമുക്ക് അതേപോലെ തന്നെയാണ് ആ സൈഡിൽ കിട്ടേണ്ടത്. അല്ലാതെ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ അങ്ങനെ ആ ഒരു മാർക്ക് കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ഒരു കൊല്ലപ്പായിട്ട് മാറും. ഓക്കെ, അത് കറക്റ്റായിട്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ ചെരിച്ച് മാർക്ക് ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഞാൻ ബേക്കിലെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു, ബേക്കിലെ നെക്കിൻ്റെ ഷേപ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കട്ട് ചെയ്യണം കേട്ടോ. ബേക്കിലെ നെക്കിൻ്റെ പീസിൽ നിന്ന് തന്നെ ബേക്കിലെ നെക്കിൻ്റെ ക്രോസ് പീസ്, ബേക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ താഴേക്ക് നമ്മുടെ താഴത്തെ പ്ലീറ്റ് ഉണ്ടല്ലോ, അതിന് വേറൊരു പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള താഴത്തെ യോക്ക് മാറ്റി വെക്കാനുള്ളൊരു മാർക്കാണത്. അതിവിടെ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത ആ ലൈനിലേക്കാണ് അത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അവിടെ നിന്നാണ്ട് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു 3 പീസ് കട്ട് നൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യോക്ക് എടുത്തിട്ട് മറ്റേ നൈറ്റിക്കും അതിൻ്റെ യോക്ക് എടുത്ത് ഇതിനാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ആ കട്ട് ചെയ്ത് കളയുന്നത് വേസ്റ്റ് കേട്ടോ, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി വേണ്ടത് ബാക്കിലെ നെക്കിൻ്റെ ക്രോസ് പീസ് കട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു പീസിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു 3 പീസ് കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് കട്ടിയുള്ള ഭാഗമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാനുള്ളതും കൂടി കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു പീസിൽ നിന്ന് കിട്ടില്ല. 8 ഇഞ്ചോളം വരുന്നുണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ബേക്കിലെ നെക്കിൻ്റെ ക്രോസ് പീസിനായിട്ട് തന്നെ മാറ്റി വെച്ച്. ഈ ഭാഗം പോയിട്ട് ആരും കട്ട് ചെയ്യരുത്. അത് ഞാൻ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മാത്രമുള്ളതാണ്, സ്ലീവിൻ്റെ ഭാഗമല്ല കേട്ടോ. നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ,
ഇവിടെ നമ്മൾ ചെറിയൊരു ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നാണ് സ്ലീവ് ഈ ഒരു ഷേപ്പിലാട്ടോ 3 പീസ് കട്ടിൻ്റെ സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നത്. അല്ലാതെ ആം ഹോൾ എന്നുള്ള രീതിയിൽ ചുഴിച്ച് കട്ട് ചെയ്യുന്നൊരു രീതി ഇതിനില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യും അല്ലേ. ചിലർ 4 ഇഞ്ച് എടുത്തിട്ടായിരിക്കും ഷോൾഡർ ജോയിൻ ചെയ്യുക, ചിലർ ഒരു 1/2 ഇഞ്ചിലായിരിക്കും ഷോൾഡർ ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു കഷ്ണം ബാക്കിയുണ്ടാവും. നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത് അതേ രീതിക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം സ്ലീവിൻ്റെ ഭാഗത്ത് ചെറിയൊരു കഷ്ണം ബാക്കിയുണ്ടാവും. ആ ചെറിയൊരു കഷ്ണം ഒരു വലുതല്ല, നമുക്ക് ഒരു എന്താ പറയുക, കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. 2 സൈഡിൽ നിന്നും സെൻറ്റർ ഭാഗം വെച്ച് തയ്ക്കാന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ ചിലർ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തയ്ച്ച് കൊണ്ട് വരുമ്പോൾ നല്ല തയ്ക വരും, തീരെ സ്ലീവ് എത്താത്തൊരു രീതിയിൽ വരും, 1 ഇഞ്ചിൻ്റെയൊക്കെ വ്യത്യാസം വരും. അതെന്താണെന്ന് പറയുന്നത്, കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാനൊരു 4 ഇഞ്ച് ഇറക്കിയിട്ട് ഒരു 1/2 ഇഞ്ചോളം 3/4 ഇഞ്ചോളം ഇറക്കിയിട്ടാണ് ഞാൻ 3/4 ഇഞ്ചില്ല, ഒരു 1/2 ഇഞ്ചോളം കേട്ടോ ഇറക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി സ്ലീവ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഷോൾഡറാണ്, ഷോൾഡറും കട്ട് ചെയ്ത് മാറ്റി. ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്ക് പീസ് വേറെ ഫ്രണ്ട് പീസ് വേറെ ആക്കി വെക്കണം കേട്ടോ. വലിയ പണി കിട്ടും. എനിക്കിതിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പലതവണ ഇപ്പോഴും. ഞാൻ ആ സ്ലീവ് ഒന്ന് വെച്ച് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കണം. രണ്ടിലും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നില്ലേ. ഇതേ സ്ലീവ് വെക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ മേലേന്ന് താഴേക്ക് വെക്കുമ്പോൾ ഇവിടെ നല്ല വ്യത്യാസം വന്നില്ലേ. പക്ഷേ മേൽഭാഗത്ത് നമ്മൾ സ്ലീവ് തയ്ച്ച് പോകുന്നതല്ല, സ്ലീവല്ല, ഷോൾഡർ തയ്ച്ച് പോകുന്നതല്ലേ. അപ്പോൾ പിന്നെ അവിടെ ആ ഒരു 4 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം കുറവുണ്ടാവില്ലേ. ആ കുറവ് താഴെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. കണ്ടില്ലേ, അതിനാണ് ഞാൻ താഴെ വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് ഇറക്കി വെട്ടിയത്. ഓക്കെ, ബാക്കിലെ നെക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, താഴേക്ക്, അയ്യോ എൻ്റെ വയർക്ക് വലുതാണോ, ബാക്കിലെ നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ് മാത്രമേ ഉള്ളൂ, വേറെ മോഡലൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പീസ് മാറ്റി വെച്ച്. ഇനി ഫ്രണ്ടിലെ പീസ് എടുത്തു, അത് കൈയാണ്, ഹാൻഡാണ്. ഇനി ഫ്രണ്ടിലെ പീസ് എടുത്തു. ഫ്രണ്ടിലെ പീസിൽ നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുത്താനുണ്ട്. മാറ്റങ്ങൾ വരുത്താനുള്ളതല്ല, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ മാറ്റം എന്നുള്ളത്. ഫ്രണ്ടിലെ പീസ് രണ്ടും ഒരേപോലെ മടക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ചെരിവിലാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത് താഴേന്ന്. ശരിക്കൊരു എന്താ പറയുക, സ്ക്വയർ നെക്കാക്കിയിട്ടല്ല, ചെറിയൊരു രീതിയിൽ ചെരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ 3 പീസിൻ്റെ ഫ്രണ്ടിലെ പീസ് അതും കട്ട് ചെയ്ത് മാറ്റി. അതോ ഇനി നമുക്ക് താഴത്തെ യോക്ക്, ഞാൻ പറഞ്ഞല്ലോ താഴത്തെ യോക്കിനല്ല, താഴത്തെ ആ ഒരു പ്ലീറ്റ് വരുന്ന സ്കേർട്ടിൻ്റെ ഭാഗം, അത് സെയിം മെറ്റീരിയൽ അല്ല, വേറെ കളറാണ്, മിക്സഡ് മാച്ച് ആയിട്ടുള്ള വേറൊരു കളറായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഷോൾഡറിൻ്റെ ഭാഗം, ആ മേൽഭാഗം ഒരു 4 ഇഞ്ച് പോവും, അപ്പോൾ ഇത് കറക്റ്റ് ആവും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതൊക്കെ അത് മാറ്റി വെക്കാം. അതിനുശേഷം താഴത്തെ യോക്ക് എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഈ 3 പീസ് കട്ടുണ്ടല്ലോ, ഈ ഒരു കട്ടിന് പകരം നമുക്ക് നമ്മുടെ ക്ലോത്തിന് മാച്ചായ വേറെ ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് വെച്ച് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് താഴത്തെ പീസ് വേറെ ആണല്ലോ, അതുകൊണ്ട് തന്നെ മേലേക്ക് വീണ്ടും ഞാൻ സെൻറ്ററിൽ നോക്കുന്നുള്ളത് മാറ്റി കളിക്കുന്നില്ല, സെയിം കളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ താഴത്തെ യോക്കിനുള്ള പീസ്, യോക്ക് എന്നാണ് വായിൽ വരുന്നത്. താഴത്തെ പീസ് വരുന്നത്, സ്കേർട്ടിനുള്ള പീസ് വരുന്നത്, പ്ലീറ്റായിട്ട് വരുന്ന പീസ്, ഇത് സെയിം അളവിൽ തന്നെയാണ് ഞാൻ വെട്ടി വരുന്നത്. ഓക്കെ, സെയിം അളവിൽ വെട്ടിയതിന് ശേഷം ബാക്കിലെ പീസ്, യോക്കിൻ്റെ ബാക്കിലെ പീസ് ഫ്രണ്ടിലെ പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സെയിം കളർ വെക്കുമ്പോൾ തന്നെയാണ് ഇതിന് വൃത്തി, മറ്റേ കളർ വെക്കുമ്പോൾ ഇതിൽ ഫ്രണ്ടിൽ വൃത്തി തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ സെയിം കളർ തന്നെ വെച്ചു.
ഈ യോക്ക് ഇത്രയും വരും. ഇത് സെൻറ്ററിൽ നിന്ന് മടക്കി മടക്കി ഇങ്ങനെയാണ് കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ പീസില്ലേ, ആ പീസിൻ്റെ ഭാഗത്താണ് നമ്മളത് മടക്കി കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് കിട്ടുക. നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബൈ.